ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സോഡിയാക് സൈൻ മിഥുന രാശിയായ ജെമിനി. ഒരുപാട് സംസാരിക്കുന്ന, ചിരിക്കുന്ന, വളരെ സ്മാർട്ടായ, ഫൺ ലവിങ് ആയിട്ടുള്ള ഒരാൾ. എന്നാൽ ഉള്ളിൽ വളരെ ഡീപ്പ് തിങ്കർ ആയിരിക്കും, ഓവർ ഫീലർ ആയിരിക്കും, എല്ലാം ചോദ്യം ചെയ്യുന്ന, സൈലൻസിൽ പോലും ശബ്ദം കേൾക്കാൻ കഴിയുന്ന ഒരു സോഡിയാക് സൈനാണ് ജെമിനി. നിങ്ങളുടെ ബ്രെയിൻ ഒരിക്കലും ഒരു റെസ്റ്റ് മോഡിലേക്ക് പോകില്ല. പുതിയ പുതിയ ഐഡിയാസ്, പോസിബിലിറ്റീസ്, എന്തുകൊണ്ട് എന്ന ചോദ്യമൊക്കെ ബ്രെയിനിലൂടെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒഴുകും. അപ്പോൾ ജെമിനി ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി റീഡിങ്ങിലേക്ക് കണക്ട് ചെയ്യുക. അല്പമൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് വളരെ കാമായിട്ടിരുന്ന് ഈ ഒരു റീഡിംഗ് ശ്രദ്ധിക്കുക. ആദ്യം നോക്കുന്നത് നിങ്ങളുടെ കരിയറാണ്. കരിയറിന് വന്നിരിക്കുന്ന കാർഡുകൾ 8 ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ്. ജെമിനി, നിങ്ങൾ ഇപ്പോൾ ഒരു കരിയറിലൊരു റാൻഡം ഫേസ് അല്ല. ഞാൻ എന്താണ് ഇവിടെ എന്നൊരു ചോദ്യം ഉള്ളിൽ വളരെ ശക്തമായിട്ട് ഉയരുന്ന ഒരു സമയം. 8 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് നിങ്ങൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ആരും ശ്രദ്ധിക്കാതെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില വർക്കുകളിൽ മുഴുകിയ ആളുകൾ, ചില പ്രാക്ടീസുകളിൽ മുഴുകിയിരിക്കുന്നു. നിങ്ങളുടെ സ്കില്ലൊക്കെ ഒന്ന് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ശരിക്കും ഇതൊക്കെ ഒരു വർത്തിയാണോ, എന്നെ ഇവിടെ ആരും കാണുന്നില്ലേ എന്നൊരു തോന്നലൊക്കെ വരും. പക്ഷേ സത്യം എന്തെന്നാൽ നിങ്ങൾ സൈലൻ്റായി ഒരു മാസ്റ്റർ ആകുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്നത് യൂണിവേഴ്സ് പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കഴിവ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഘട്ടം വരുന്നു. ഒരു ടീം വർക്ക്, കൊളാബറേഷൻ, മെൻറ്റർ, ക്ലയൻറ്റ്, ആരെങ്കിലും മുഖേന നിങ്ങളുടെ ടാലൻറ്റ് ഒരു സ്പോട്ട്ലൈറ്റിലേക്ക് വരുന്ന ഒരു സമയം. ജെമിനിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻസ്, അതുപോലെ തന്നെ പുതിയ പുതിയ ഐഡിയാസ്, ക്രിയേറ്റിവിറ്റി, ഇവയൊക്കെയാണ് നിങ്ങളുടെ ഒരു റിയൽ കറൻസി എന്ന് പറയാം. അതിപ്പോൾ ആളുകൾ കാണാൻ തുടങ്ങുന്ന ഒരു സമയം ആയിരിക്കുന്നു. 4 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഒരു ഇന്നർ ഫിയർ ഉണ്ട്, നിങ്ങൾക്കൊരു ഉൾഭയം, മണി ഫിയർ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഫിയർ. ഇപ്പോഴുള്ളത് വിട്ടാൽ എല്ലാം നഷ്ടമാകുമോ എന്നൊരു പേടിയൊക്കെ ഉള്ളിലുണ്ട്. ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന കൺട്രോളാണ് ഒരു പ്രോഗ്രസ് എല്ലാം തന്നെ സ്ലോ ആക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും നിങ്ങളെ സേവ് ചെയ്യണം, സേഫായിരിക്കണം, ഓക്കെ. പക്ഷേ ഫിയർ കൊണ്ടുള്ള ഒരു പിടിച്ചു നിൽപ്പ് ജെമിനിയുടെ ഒരു നാച്ചുറൽ ഫ്ലോ എന്നത് തടഞ്ഞുകൊണ്ടിരിക്കുന്നു. നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്ന ഒരു ടേണിംഗ് പോയിന്റിനെയാണ്. കരിയറിൽ ഒരു ഹേർട്ട് ഡ്രിവൺ ആയിട്ടുള്ള ഡിസിഷൻ, തീരുമാനമൊക്കെ എടുക്കുന്നു എന്ന് കാണിക്കുന്നു. ഒരു ക്രിയേറ്റീവ് ഓഫർ, ചിലപ്പോൾ ഇതൊരു പാഷൻ ബേസ്ഡ് വർക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലുള്ള വർക്ക്. അതല്ല എങ്കിൽ ഇത് ചെയ്താൽ മനസ്സ് സന്തോഷിക്കും എന്നൊരു ക്ലാരിറ്റി ലഭിക്കുന്നു എന്ന് ഈ ഒരു കാർഡ് കാണിക്കുന്നു. ഈ ഒരു കേസിൽ മണി മാത്രമല്ല, സോൾ സാറ്റിസ്ഫാക്ഷനാണ് ഈ ഒരു ഘട്ടത്തിലെ ശരിക്കും കീ എന്ന് പറയാം. ആർട്ട് മേഖല, ഹീലിംഗ്, കണ്ടന്റ് ക്രിയേഷൻ, കൗൺസിലിംഗ്, ടീച്ചിങ്, സ്പിരിച്വാലിറ്റി ഓർ ക്രിയേറ്റീവ് ഫീൽഡ്, ഇവയിലേക്കൊക്കെ ഉള്ള ഒരു കോൾ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. റിലേഷൻഷിപ്പ് റീഡിങ്ങിലേക്ക് വരുമ്പോൾ ആത്മാവിൻ്റെ ആഴത്തിലുള്ള ബന്ധം ഉണ്ടാക്കുന്ന ആളുകളാണ് ജെമിനി എന്ന് പറയുന്നത്. വന്നിരിക്കുന്ന കാർഡുകൾ ദ സ്റ്റാർ, ദ കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ദ ലവേഴ്സ്, ദ ഹൈ പ്രീസ്റ്റസ്. ഇതൊരു പവർഫുൾ ഇമോഷണൽ റീഡിംഗ് ആണ്. ദ സ്റ്റാർ കാർഡ് സൂചിപ്പിക്കുന്ന ജെമിനി, നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഹീൽ ചെയ്യാൻ വന്ന ഒരു സോളാണ് അല്ലെങ്കിൽ ആത്മാവാണ്. പാസ്റ്റിൽ ഉണ്ടായിരുന്ന ചില ഡിസപ്പോയിൻമെൻറ്റ്സ്, ചില നിരാശകൾ, ചില ബിട്രയൽസ്, ചതി, സൈലൻസ്, ഇതൊക്കെ കഴിഞ്ഞിട്ടും നിങ്ങൾ ഇപ്പോഴും ലവിലൊരു ഹോപ്പ് കാണുന്ന ആളാണ്. ഈ ഒരു കാർഡ് പറയുന്നത് ശരിക്കും ട്രൂ ലവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. നിങ്ങളുടെ ലൈഫിലും അത് എത്തുന്ന ഒരു സമയമുണ്ടാകും. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു പാർട്ട്ണർ എനർജിയാണ് സൂചിപ്പിക്കുന്നത്. വളരെ സ്റ്റേബിളായിട്ടുള്ള, മെച്യൂറായിട്ടുള്ള, ഇമോഷണലി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, ഫിനാൻഷ്യലി ഓർ മെൻ്റലി സെക്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സണെ കാണിക്കുന്നു. ഡ്രാമയൊന്നും അല്ലാത്ത, ഒരു ഗെയിമായിട്ടൊന്നും ലവിനെ കാണാത്ത, പകരം ഞാനിവിടെ ഉണ്ട് എന്ന സൈലൻ്റ് പ്രസൻസ്, അത് നിങ്ങളെ കാണിക്കുന്ന ഒരാൾ. ആ ഒരു സൈലൻ്റ് പ്രസൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ജെമിനികൾക്ക് സംടൈംസിൽ ഇതൊരു ബോറിംഗ് ആയിട്ടൊക്കെ തോന്നാം, പക്ഷേ സോളിന് ഇതൊരു സേഫായിട്ടുള്ളൊരു സ്പേസ് ആകുന്നു എന്ന് കാണിക്കുന്നു. ദ ലവേഴ്സ് കാർഡ് ഇതൊരു സോൾ ലെവൽ ചോയ്സിനെ സൂചിപ്പിക്കുന്നു. പാസ്റ്റ് വേഴ്സസ് ഫ്യൂച്ചർ, അതുപോലെ തന്നെ ഫിയർ വേഴ്സസ് ലവ്, ഓൾഡ് പാറ്റേൺ വേഴ്സസ് ന്യൂ ഡെസ്റ്റിനി. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു മിററിംഗ് എഫക്റ്റ് കാണിക്കുന്ന ഒരു നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയി രണ്ടുപേരും മിണ്ടാതെ ഒരേപോലെ മിറർ പോലെ രണ്ടുപേരും ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന കുറച്ച് ആളുകളെയും അവരുടെ പ്രസൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ട്രൂത്ത് കാണിച്ചു തരുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കാം അത്. ദ ഹൈ പ്രീസ്റ്റസ് കാർഡ് ഒരു സീക്രട്ടീവ് കാർഡാണ്. എല്ലാം ഓപ്പണായി പറയുന്നില്ല. അൺസ്പോക്കൺ ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ തോന്നുന്നുണ്ട്. അൺസെഡ് ആയിട്ടുള്ള ചില ഇമോഷൻസ്. ജെമിനിയെ സംബന്ധിച്ചിടത്തോളം വാക്ക് എന്നൊക്കെ പറയുന്നത് ഒരു ആയുധം കൂടിയാണ്, പക്ഷേ ഒരേ സമയം ഹീലിംഗ് ടൂൾ കൂടിയാണ് നിങ്ങൾക്കിത്. സംസാരിച്ചുകൊണ്ട് മനസ്സ് തുറക്കുന്ന ആളുകൾ. ജെമിനീസിനെ ചിലപ്പോൾ ചിലരെങ്കിലും ഒരു കെയർലെസ് ആയിട്ടുള്ള ആളുകൾ എന്ന് വിളിക്കും.
നിങ്ങൾ ടു സെൻസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് ജോക്സ് അല്ലെങ്കിൽ സർക്കാസം, ഡിസ്റ്റൻസ് ഇവയെല്ലാം തന്നെ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ മോഡിലേക്ക് നിങ്ങൾ എടുക്കുന്നത്. ഒരിക്കലൊന്ന് ഹർട്ടായി കഴിഞ്ഞാൽ ട്രസ്റ്റൊക്കെ വളരെ സ്ലോലി കൊടുക്കുന്ന ആളുകൾ. മൈൻഡ് അക്സെപ്റ്റ് ചെയ്താലും ഹേർട്ട് പിന്നെയും അത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കൊരു ലവ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ജെമിനിക്ക് ഒരു കോൺവെർസേഷൻ വേണം, ഗ്രോത്ത് വേണം, അതുപോലെ തന്നെ മൈൻഡ് കണക്റ്റ് വേണം. അങ്ങനെയുള്ള ആളുകളെ ഒരു പാർട്ട്നേഴ്സായിട്ട് കാണാനാണ് ഇഷ്ടം. പൊസസീവായിട്ടുള്ള ആളുകൾ നിങ്ങളെ ശരിക്കും ട്രെയിൻ ഔട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് കിട്ടിയാൽ ശരിക്കും നിങ്ങളുടെ ഒരു കരിയറും അതുപോലെ തന്നെ ജീവിതമൊക്കെ ഒന്ന് ബ്ലൂം ആകും. നിങ്ങളുടെ ഒരു ഷാഡോ സൈഡ് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളത് ഓവർ തിങ്കിങ് ആണ്. ഡിസിഷൻസ് എല്ലാം തന്നെ താമസിച്ചെടുക്കുക, ഡിലേ. അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് ഉണ്ടാകുക. ഇത് വേണ്ട, അല്ല ഇത് വേണോ എന്നൊരു കൺഫ്യൂഷൻ. ചിലപ്പോഴെങ്കിലും പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വരുന്നത് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു മെസ്സഞ്ചർ സോൾസ് ഒക്കെ ആണെന്ന് പറയാം. നോളജൊക്കെ ഷെയർ ചെയ്യാൻ പ്രാപ്തിയുള്ള ആളുകൾ, അവയർനെസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ, വേർഡ്സ് വഴി ഹീലിംഗ് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ജെമിനികളിൽ ഒരു ഭൂരിഭാഗം ആളുകളും. അപ്പോൾ ജെമിനീസ്, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ കരിയർ ആൻഡ് റിലേഷൻഷിപ്പ് റീഡിംഗ്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ളതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പ്രപഞ്ചശക്തിക്ക് മുമ്പിൽ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ കരിയറിനും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ സംബന്ധിക്കുന്ന ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ അതിനൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആണ് ആവശ്യം. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി കണക്ട് ചെയ്യുന്ന ഒരു ടാരറ്റ് റീഡറിനെ സമീപിക്കേണ്ടതുണ്ട്. എൻ്റെ പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് പേരിഡ് ആണ്. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും വിവരവും താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവിധ സർവ്വ ഐശ്വര്യവും തന്ന് ഈ ഒരു പ്രപഞ്ചശക്തി ജെമിനി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.